ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വന്നിട്ട് മോൻ വിളിക്കുന്നുണ്ട്. അമ്മ അമ്മയ്ക്ക് എന്തോ കൊറിയർ വന്നിട്ടുണ്ട്, ഓടിവായോ ഓടിവായോ ഓടിവായോ. ഓടിച്ചെന്ന് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എന്തോ ഒരു കൊറിയർ വന്നിട്ടുണ്ട്. പക്ഷെ അത് എവിടെ നിന്ന് വന്നു എങ്ങനെ വന്നു എന്നുള്ള കൺഫ്യൂഷനായി. കാരണം ഞാൻ ഓൾറെഡി വേറെയും കുറച്ച് സാധനങ്ങൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി അതാണെങ്കിൽ വരാനുള്ള സമയമായിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരു കൺഫ്യൂഷനിലായി. ഇനി ആരെങ്കിലും എനിക്ക് പ്രസന്റ് ചെയ്താണോ നമുക്ക് വിചാരിച്ചു. കാരണം ഞാൻ ക്യാഷ് കൊടുത്തിട്ടില്ലല്ലോ. പിന്നെ ഈ ഓർത്തെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഓ ഇങ്ങനെ ഒരു സാധനം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ വേറെ ഒന്നുമല്ല കേട്ടോ, ഈ ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ടുള്ള ഈ ഒരു ശിവനും പിന്നെ അതിനെ പറ്റിയ ഒരു ഗണപതിയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ സാധനം കാണാൻ. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ചെറിയ ചെറിയ ശില്പങ്ങളൊക്കെ മേടിച്ച് വെക്കാനുള്ളത്. അപ്പൊ ഇത് പൂജാമുറിയിൽ വെക്കാൻ വേണ്ടി മേടിച്ചതൊന്നുമല്ല കേട്ടോ. നമ്മുടെ വീടിന്റെ എന്താ പറയാ ഹാളിലൊക്കെ ആയിട്ട് നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു ഡെക്കറേറ്റീവ് പീസ് ആയിട്ട് വെക്കാൻ പറ്റും. ഇതിൽ കൂടെ കുറച്ച് കോൺസും നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. കോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്കോൺ ഒന്നുമല്ല കേട്ടോ. ഈ എന്താ പറയാ കത്തിച്ച് വെക്കില്ലേ, ചന്ദനത്തിരിക്ക് പകരം വെക്കുന്ന കോൺസുകളില്ലേ, അതാണ് കേട്ടോ. ഈ കോൺസുകൾ തന്നെ ഇതിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധാ കോൺ ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പ്രവൃത്തി നടക്കില്ല. അപ്പൊ ഞാൻ ഇതെങ്ങനെയാണ് നടക്കുക എന്ന് അറിയാൻ വേണ്ടിയിട്ട് കത്തിച്ച് വെച്ച് നോക്കി. കത്തിച്ച് വെച്ച് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇവരെന്നെ പറ്റിച്ചെന്ന്. കാരണം ഞാൻ വിചാരിച്ച റിസൾട്ട് കിട്ടിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് പൊട്ടി എന്നെ പറ്റിച്ചതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം ഗണപതിയിൽ വെച്ചിട്ട് ഇനി ചിലപ്പോൾ ഇത് കംപ്ലൈന്റ് എടുക്കുന്ന പിന്നെ അടുപ്പിൽ വെച്ചോക്കാൻ വിചാരിച്ചിട്ട് ശിവന്റെ ശിരസിൽ കൊണ്ട് വെച്ചിട്ടോ. അപ്പൊ അതാ പതുക്കെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സമാധാനമായി, എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. പിന്നെയും മനസ്സിലായത് അത് കുറച്ചു നേരം കത്തി കഴിഞ്ഞാലാണ് ഇതിന്ന് ഇങ്ങനെ പുക വരുന്നത് കേട്ടോ. പുക ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ശരിക്കും എനിക്ക് ഫീലായത് കൈലാസത്തിലിരിക്കുന്ന ശിവനെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ആവണത് ഭയങ്കര സംഭവമായി തോന്നി. പിന്നെ ഞാൻ ആ കോണെടുത്ത് ഇപ്പുറത്ത് ഗണപതിയുടെ അടുത്തും വെച്ചപ്പോൾ അവിടെയും അതുപോലെ പുകയൊക്കെ വരാൻ തുടങ്ങി. പിന്നെ അവർ രണ്ടുപേരും കൈലാസത്തിലിരിക്കുന്ന ഒരു വൈബൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കണ്ടപ്പോൾ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ലൊരു എന്താ പറയാ ദൈവികത്വമൊക്കെ തോന്നുന്ന രീതിയിലായി. പിന്നെ അതിനൊക്കെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഒരു ഡെക്കറേറ്റീവ് പീസുമാണ്. പിന്നെ നമുക്കിതുപോലെ കൊതുകൊക്കെ വരുന്നതിന് നല്ലതാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരങ്ങളിൽ കത്തിച്ച് വെക്കുന്നത് കൊതുകിന്റെ ശല്യം കുറച്ച് കുറഞ്ഞു കിട്ടും. ഇവിടെ പൊതുവെ നമ്മൾ ആ കോൺസ് കത്തിച്ച് വെക്കാറുണ്ട്. പിന്നെ ഇത് വലിയ സ്മെല്ലൊന്നുമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കത്തിയാൽ പോരെ. അങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ടുണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതിന്റെ റേറ്റ് വരുന്നത് 150 ആണ് കേട്ടോ. 175 അങ്ങനെ എന്തോ ആണ്. നമ്മൾ ഗൂഗിൾ പേ ചെയ്യുകയാണെങ്കിൽ 150 ഉള്ളൂ. ആ ഒരു പൈസക്ക് നല്ല വർത്തായിട്ട് എനിക്ക് തോന്നി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും മേടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ കമന്റിൽ പിൻ ചെയ്തിടാം. താല്പര്യമുള്ളവർ കമന്റ് ചെയ്യൂട്ടോ. അപ്പോൾ ഇത് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ കാരണം പൊതുവെ എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ശില്പങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.